എൻ്റെ മച്ചാന്മാരെ ചൂണ്ട വിടുന്നല്ലോ. അടിച്ചു മച്ചാനെ, എൻ്റെ മോനെ അടിച്ചു ഗൈസ്, അടിച്ചു മോനെ. ഹായ്, അപ്പോൾ എല്ലാ ചൂണ്ടക്കാരൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളൊരു പുതിയ സ്റ്റിക്ക് എടുത്ത് കേട്ടോ, സീവാക്ക് എക്സ്റ്റി. കുറച്ചായി നമ്മളിത് എടുത്തിട്ട്. ഇതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച ബൈക്ക് കാസ്റ്റിംഗ് ഓടെന്ന് വെച്ചാൽ നമ്മൾ സിൽവർ മാക്സ് ആയിരുന്നു കേട്ടോ. അപ്പം അത് ഒടിഞ്ഞു പോയിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്ക് വാങ്ങിച്ചത്. അപ്പോൾ ആദ്യം നിങ്ങൾ പോയി ആ സ്റ്റിക്ക് ഒടിഞ്ഞു പോകുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയുന്നത്. നേരെ ആ വീഡിയോ കണ്ടോ. എൻ്റെ മച്ചാന്മാരെ ചൂണ്ട വിടുന്നല്ലോ. സ്റ്റിക്ക് ഒടിഞ്ഞു പോയി മച്ചാന്മാരെ. നമ്മുടെ ചൂണ്ട ഒടിഞ്ഞു പോയി കേട്ടോ. ചേടാ, മീൻ പോയ പോക്ക്. ചൂണ്ട ഒടിഞ്ഞു പോയി മച്ചാന്മാരെ. ചേടാ, എന്നാ പറ്റി? പൂവിന് നമ്മുടെ ചൂണ്ട ഒടിഞ്ഞു പോയല്ലോ മച്ചാന്മാരെ. ചൂണ്ട ഒടിഞ്ഞു പോയി, ബ്ലേഡിങ് പൊട്ടായിപ്പോയി. എവിടെ നിന്നാണ് ഇറങ്ങി ഒടിഞ്ഞു പോയത്? അങ്ങനെ അതും പോയിരിക്കുകയാണ് നമ്മുടെ ചൂണ്ട. ഉണ്ടല്ലോ, ഒടിഞ്ഞു പോയി, മീനടിച്ചു ഒടിഞ്ഞു പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ സ്റ്റിക്ക് ഒടിഞ്ഞു പോകുന്നത് കറക്റ്റ് ഈ നമ്മുടെ ജോയിൻറ്റ് ചെയ്യുന്ന ആ പോസ്റ്റിൻ്റെ അവിടെ വെച്ചാണ് ഒടിഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ അതെന്താ, നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വളരെ സൂക്ഷിച്ച് മാത്രം സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ വളരെ അടിപൊളി നല്ല സ്റ്റിക്കാണ്. എല്ലാവരും ചോദിച്ച് നല്ല അഭിപ്രായമുള്ള സ്റ്റിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സിൽവർ മാക്സ് 3 എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഒടിഞ്ഞു പോവുകയും ചെയ്തു കേട്ടോ. ഒത്തിരി നാളൊന്നും ഉപയോഗിച്ചില്ല. മീൻ അടിച്ചതിൻ്റെയാണോ നമ്മൾ ഹുക്കപ്പ് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് കണ്ടിട്ട് എന്നാ തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ റഫായിട്ടൊന്നും അങ്ങനെ സ്റ്റിക്കൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചും കണ്ടു. അതുപോലെ തന്നെ ആ സ്റ്റിക്ക് എങ്ങും നമ്മൾ എറിഞ്ഞപ്പോൾ തെങ്ങയിലോ അല്ലെ കുറ്റിയിലോ കമുകയിലോ ഒന്നും തന്നെ കൊണ്ടിട്ടില്ല. എന്നിട്ടും അത് മീനടിച്ച് ഒരു ഹുക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും ആ സ്റ്റിക്ക് അങ്ങ് ഒടിഞ്ഞു പോയത്. രണ്ടാമത്തെ വാങ്ങിച്ചു നമ്മുടെ രണ്ടാമത്തെ ബൈക്ക് കാസ്റ്റിംഗ് റോഡാണ് കേട്ടോ, സിൽവർ സീറോക്ക് കേട്ടോ, സീറോക്കിൻ്റെ XT. അപ്പോൾ ഇതും കുറവായിട്ട് വെച്ചപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മാസത്തിന് മുകളിലായി കേട്ടോ. നമ്മളിപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് നമ്മൾ ഇടുന്നത്. അപ്പം എന്തായാലും ഈ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഇത് വളരെ നാളായിട്ടുള്ള സ്റ്റിക്കാട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കണ്ടിരിക്കണം കേട്ടോ. മാർക്കറ്റ് ഇപ്പം നമ്മൾ ഇത്തിരി പേര് ചോദിച്ചപ്പോഴത്തേക്കും നല്ല സ്റ്റിക്കാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. പിന്നെ വളരെ ഫ്ലെക്സിബിളാണ് കേട്ടോ, നല്ലൊരു ഗെയിം ഫിഷിംഗ് മീനൊക്കെ നമുക്ക് ആസ്വദിച്ച് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാക്കിൾ കേട്ടോ, പുതിയ സ്റ്റിക്ക് സീവാക്ക് XT. പിന്നെ നമ്മുടെ ഫ്രോഗ് എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ കേട്ടോ. ഇതുണ്ട് നമ്മളെ നോവയുടെ മൾട്ടി കളർ ഫ്രോഗ് കേട്ടോ, വിത്ത് സ്പിന്നർ നോവ ജൂനിയർ. ഇത് ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി മീൻപിടുത്തമാണ്. അപ്പോൾ നമുക്ക് നേരെ മീൻപിടുത്തത്തിലോട്ട് പോകാം. ചാരെ ഒരു ചീര അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. ഒത്തിരി വലുതൊന്നുമല്ല, കൊള്ളാം കൊള്ളാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു മീൻ അടിച്ചു കേട്ടോ. ഇതാ കേട്ടോ നമുക്ക് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ കാണത്തുള്ളൂ, മാക്സിമം 1 കിലോ അല്ലെങ്കിൽ 100 ആ ഒരു റേഞ്ചിലേ കാണത്തുള്ളൂ മീൻ. നമ്മൾ അടിച്ചിരിക്കുന്ന ഫ്രോഗ് ഉണ്ടല്ലോ, ലൂക്കാനയുടെ ഫ്രോഗ് കേട്ടോ. നമ്മുടെ നോവ ജൂനിയർ സ്പിന്നർ ടൈപ്പ് വരുന്ന മൾട്ടി കളർ ഇതാട്ടോ നമ്മുടെ ഫ്രോഗ്. പിന്നെ നമുക്കൊരു സ്റ്റിക്ക് എടുത്തായിരുന്നു കേട്ടോ, സിറോക്കിൻ്റെ സീവാക്ക് XT എന്ന് പറഞ്ഞ ഫ്രോഗ്. ഇത് കേട്ടോ സ്റ്റിക്ക്. ഇതിലാണ് നമുക്ക് ഇന്നത്തെ മീൻ കിട്ടിയിരിക്കുന്നത്. ഹായ്, പേരെന്നാ? അമ്പാടി. എത്രയല്ലേ പഠിക്കുന്നത്? 6-ലോ? സ്കൂളിലോ? SKMലോ?
അടിപൊളി. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കുട്ടി ആംഗിൾ കേട്ടോ. ഞാൻ ഇവിടെ നോക്കുമ്പോൾ അവിടെ മൂലയ്ക്ക് നിന്ന് ചൂണ്ടയിട്ടിരുന്ന ആളെ ഇവിടെ നോക്കി കണ്ടാ. ഇടയ്ക്ക് ഇങ്ങോട്ടൂടെ നോക്കി, ഇനി അങ്ങോട്ട് കാണാൻ വരുന്നുണ്ടോ അതൊക്കെ ചെറുതായിട്ട്? ഓ അതെ അടിച്ച് പഴുപൊളി വരാടി മാടിപ്പൊളി ആടാ. എൻ്റെ മോനെ വരാല്ലോ കേട്ടോ, ചെറിയ ചെറുമീനാ കിളി പുൽക്കൻ. ഇതാ നമ്മളെ ജോവാ ജൂനിയർ അടിച്ച ചെറുമീനൊക്കെ ഉണ്ടാ, സൂപ്പർ സ്ട്രൈക്കായിരുന്നു കേട്ടോ. ഇവ ഉണ്ട് സൂപ്പറല്ലേ, അടിപൊളി. എൻ്റെ പൊന്നോ, മുളങ്കാടിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നമ്മൾ പോകേണ്ടത്. അടിപൊളി മുഴുവൻ തെന്നിത്തെറിച്ച് കിടക്കും കേട്ടോ. കഷ്ടപ്പാടല്ലേ ചൂണ്ടിടാൻ പോണേ. ഇനിയാണ് ടാസ്ക്. ഈ പോകേണ്ട വഴിയാണ് കുനിഞ്ഞൊക്കെ പോകണം. എൻ്റെ പൊന്നെ ശാലം തന്നെയാണ് തോട്ടി. യെസ്, കുറേ നേരം നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞ് നോക്കാം. കിടക്കുന്നീ അടിച്ചു വച്ചാ മതി. കറക്റ്റ് ഇതിൻ്റെ വായിക്കാതെ നമ്മൾ എറിഞ്ഞിട്ട് നമ്മളെ സ്റ്റിക്ക് വേണ്ട. വാ മുമ്പേ പറ്റിച്ചാന്നാ തോന്നട്ടെ. ഓ യെസ്, ഉളപ്പല്ലേ വേണ്ട കിട്ടുക്കാൻ ചേർന്ന് കറക്റ്റ് മീൻ്റെ വായിക്കാതെ നമ്മൾ എറിഞ്ഞിട്ട് അടിച്ച പോലെ ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള സെയിം സൈസ് തന്നെ, അടിപ്പം സാധനമല്ലേ. നമ്മുടെ നോവാ ജൂനിയറിൻ്റെ സ്പിന്നർ കേട്ടോ, കിട്ടുക്കാൻ സെയിം സൈസ്, ഒരു മാറ്റം ഇടത്. പിന്നൊക്കെ പിടിച്ച് സെറ്റപ്പ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആശാൻ അടിപൊളിയല്ലേ, കിട്ടുക്കമ്മി. ആഹാ സൂപ്പർ സൂപ്പർ. അടിച്ച് ഗൈസ്, അടിച്ച് പോനെ. അതുകൊണ്ടോ ഒരുത്തനൂടെ അവിടെ ഉണ്ടാകും നമുക്ക് ഉറപ്പായിരുന്നു. ആട്ടിപ്പൊളി. ഇവിടെ നോവാ ജൂനിയർ തേർഡ്, ഇവിടെ മൂന്നാമത്തെ ചെറുക്കൻ. അടിപ്പൊളി കണ്ട, കിട്ടുക്ക മീനല്ലേ. സൂപ്പറല്ലേ, പുള്ളിപ്പുള്ളി. നമുക്ക് ഇപ്പം കിട്ടി കയറി കേട്ടോ. ഞാൻ വീഡിയോ റെക്കോർഡാകുന്ന ഓർത്തോണ്ടാണ് കാസ്റ്റ് ചെയ്തത്. വീഡിയോ റെക്കോർഡല്ലായിരുന്നു, അബദ്ധമായി പോയി കേട്ടോ. കിടിലൻ സ്ട്രൈക്കായിരുന്നു, അങ്ങ് അകലേന്ന് അടിച്ചു കേട്ടോ. ഇതുകൊണ്ട് സുന്ദരം ചെറിയ അടിപൊളിയല്ലേ. അങ്ങനെ നമ്മളെ ഇന്നത്തെ 4ാമത്തെ ചെറിയ കേട്ടോ. ഇത് കിടിലൻ വീഡിയോ ആയിരുന്നു, പക്ഷേ മിസ്സായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ക്യാമറ റെക്കോർഡാണോ ഇല്ല എന്നൊക്കെ, ഇല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മളത് ഇന്നത്തെ പരിപാടി നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ. അതെ, ഇന്ന് 4 ചെറുമീൻ കിട്ടി. നമ്മുടെ സ്റ്റിക്കൊക്കെ അറിയാലോ, സീബാക്ക് XT, നമ്മുടെ നോവാ ജൂനിയർ സ്പിന്നറൊക്കെ പോയി കേട്ടോ. ഇത് കണ്ടില്ലേ, അവസാനത്തെ ഒരെണ്ണം മിസ്സാവുകയും ചെയ്തു. ആ സ്ട്രൈക്ക് കേട്ടോ, കിടിലൻ സ്ട്രൈക്കായിരുന്നു. അപ്പം നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കണം കേട്ടോ ചെയ്യുമ്പോഴത്തേക്ക്. നമ്മളെപ്പോലെ അബദ്ധം പറ്റും. കിടിലൻ വീഡിയോ അങ്ങ് അറ്റൊന്നുള്ള ചാടി അടിച്ച് പിന്നെ ചെയ്യാൻ അത് കിട്ടിയോ ഇല്ല ഇല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ കാണാം. അതുവരെയും